ഞാൻ TM ടൂളിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൂൾസ് വാങ്ങാനാണ് ഈ പ്രാവശ്യം ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇക്കാതാ ഫേമസ് ആയ ആൾ ഇവിടെ ഉണ്ട്. ഹായ്, സബ്സ്ക്രൈബർ ആണോ? നമ്മുടെ സബ്സ്ക്രൈബർ ഒരാളോട് നിൽക്കിട്ട് ഹായ് പറയുന്നുണ്ട്. ഒരു ഹായ് പറയും. എവിടെ സ്ഥലം? മലപ്പുറം. മലപ്പുറം അല്ലേ? ഓക്കെ. ഇവിടുത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് ഈ ടൂള് വേണം, ഇത് വേണം. ഈ വലുതൊന്ന് കാണിച്ചോ. ഇതെന്താ വില പറഞ്ഞേ? ഇത് 950 വരുന്നുണ്ട്. നമ്മൾക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. വലിയ സെറ്റ് അല്ലേ? ഇതോ? ഇത് 850 വരുന്നുണ്ട്. 800 ഇട്ട് കൊടുക്കാം. 800 കൊടുക്കാം ഇത്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വെൽഡിങ്ങിന്റെ ഇത് എന്തായിരുന്നു വില? വെൽഡിങ്ങിന്റെ ഹോൾഡർ കേബിൾ ഉണ്ട്. ഇത് വേണ്ട, ഇതല്ലേ ഇത് വേണ്ട. ഇത് വന്ന് മെഷീൻ കൂടെ വന്നത്. ഇതിന് നമുക്ക് സ്ഥിരമായി വെൽഡിങ്ങിന്റെ ഹോൾഡർ ഇത് വലിയ ഹോൾഡർ. ഇത് വന്ന് 120 രൂപ. ഇത് ഒരു 100 രൂപ ഇട്ട് കൊടുക്കാം. 100 രൂപ കൊടുക്കാം. പിന്നെ ഒന്ന് ഓഫ് ആക്കി ചൊല്ലി നമ്മൾ വേറെ ഉണ്ട്. എന്താ പേരെന്താ? ഇതൊരു സാരില്ല. മലപ്പുറം അല്ലേ? പെരുന്തൽമണ്ണ അല്ലേ? ഓക്കെ 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 ഓക്കെ. നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതൊരു പെയിന്റ് നമ്മള് ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടില്ല. വന്നിട്ട് സാധനം, പുതിയ സാധനം. ഇത് ഇലക്ട്രിക്കൽ പെയിന്റ് അടിക്കുന്നത്. ഓപ്പൺ ചെയ്യും. ഇതാ പറയാം. നമുക്ക് എന്ത് വേണം? നോക്കിയിട്ടുണ്ടല്ലേ? പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഇലക്ട്രിക്കൽ സ്പ്രേ പെയിന്റിംഗ് വിത്ത് സെറ്റ് അടക്കം. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഒരു 1600 പറഞ്ഞിട്ട് 1450 രൂപ. 1450 ഈ ഫുൾ കിറ്റ് അല്ലേ? ഫുൾ കിറ്റ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇന്നൊരു ഐറ്റം കാണിച്ചു. അതെ, കണ്ടിട്ടുണ്ടല്ലേ? എവിടെയാ സ്ഥലം? എവിടെയാ? വയനാടാണ്. ഓക്കെ. ബ്ലോവർ പ്ലസ് വാക്യൂം ക്ലീനർ, ആസ്പിറേറ്റർ ബ്ലോയറിന് പറയും, വിത്ത് വേരിയബിൾ സ്പീഡ് അടക്കം. ഇത് എന്തിനു ഉപയോഗിക്കുന്ന? ഇത് നമുക്ക് ബ്ലോവർ ഷക്കും ആക്കാം, ഇതും ചെയ്യാം. അയ്യോ, അതാണ് പ്രശ്നം. ബ്ലോയർ വാക്യൂം ആയിട്ട് ഉപയോഗിക്കാം, നമ്മൾ ബ്ലോവർ ആയിട്ട് ഉപയോഗിക്കാം. വാക്യൂം ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ? വാക്യൂം ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം, ബ്ലോയർ ആയിട്ട് ഉപയോഗിക്കാം. ഹോസ് ഗീസ് എല്ലാം സെറ്റ് അടക്കം കൊടുക്കും. ഇതെന്താ വില വരുന്നത്? ഇത് നമുക്ക് ഒരു 2000 രൂപ വന്നിട്ട് നമ്മൾ ഒരു 1900 രൂപ. നമ്മൾ സബ്സ്ക്രൈബ് ഇനി കുറച്ച് കൊടുക്കും. ആണോ? അത് മതി. ടെക്കിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇനി ഈ ചെയിൻ ബ്ലോക്ക്. പിന്നെ വേറെ സാധനം, ചെയിനിന്റെ ഒരു പട്ട ഞാൻ പറഞ്ഞില്ലേ? 16 വേണ്ടത്. 18ന്റെ പട്ടമാണ് ചെയിൻസോന്റെ പട്ട. നമുക്കൊരു ചെറിയ വെൽഡിംഗ് മെഷീൻ ഉണ്ട്, അതിൽ നിന്ന് തുടങ്ങാം. ഇതെങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ? 3200 സെറ്റ് അടക്കം അല്ലേ? ഓക്കെ ഓക്കെ. ചെറിയ ക്യൂട്ട് സാധനം അല്ലേ? ക്യൂട്ട് സാധനം. പിന്നെ നമുക്ക് ഇത് നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിലെ മാറ്റുന്ന മറ മുറിക്കുന്ന സാധനം, ചെയിൻസ് അറ്റാച്ച്മെന്റ്. വെറും അറ്റാച്ച്മെന്റ് മാത്രം. ഇത് നമുക്ക് ഒരു 950 രൂപ. 950 രൂപയോളം എടുത്ത് കാണിച്ചത്. ഇത് സാധനം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് മെഷീൻ്റെ മുകളിൽ കണക്ട് ചെയ്താൽ ഇത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അറ്റാച്ച്മെന്റ്. എന്താ റേറ്റ് വരുന്നത്? ഇത് 950 രൂപ. അതായത് ഇതിന്റെ സാധനം നമ്മൾ കണ്ടതിലാണ് 950 അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഈ ഫ്ലവർ എലൻകി സെറ്റ്, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ സെറ്റ്, അത് 250 രൂപ. പിന്നെ ഇത് ഹോൾസാ സെറ്റ്, നമ്മൾ മരത്തിലൊക്കെ ഹോളൊക്കെ ഇടുന്ന സെറ്റ്, ഇത് നമുക്ക് ഒരു 90 രൂപ. പിന്നെ ഇത് വലിയ സെറ്റ്, നമ്മുടെ ഈ കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഹോൾ സെറ്റ് ഉണ്ടെങ്കിൽ ഇതിന് പറഞ്ഞ സെറ്റ് 150 രൂപ. പിന്നെ ഈ ചെയിൻസോന്റെ ചെയിൻ, വില കുറവഞ്ഞത് 250. 250. അതിന്റെ ഗൈഡ് ബാർ.
വാക്യൂം ക്ലീനർ ഉണ്ടോ? വാക്യൂം ക്ലീനർ മുമ്പിൽ വെച്ചിട്ടുള്ള വലിയ വലിയ ഇത് നമുക്ക് 230 രണ്ടും കൂടി വരുമ്പോൾ എത്ര രൂപ? ഒരു നിമിഷം ഇത് നമുക്ക് ചുമ്മാ വെറുതെ നമുക്ക് ഏതെങ്കിലും തൂക്കി നമ്മൾ നാട്ടിലൊക്കെ പോകണമെങ്കിൽ തൂക്കി നോക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം 110 രൂപ. പിന്നെ ഈ സ്ക്രൂ ഡ്രൈവർ പീസ് 100 രൂപ വിത്ത് ഹാമർ ടൈപ്പ് നമ്മൾ ചുറ്റിയിൽ അടിച്ച് പണി ചെയ്യാം. പീസ് 100 രൂപ. പീസ് 100 രൂപ. നല്ല സാധനം ഒന്നും കുഴപ്പമില്ല സാധനം. പിന്നെ ഈ 14 ഇഞ്ച് കട്ടിങ് വീറ്റ് 14 എന്ത് വില? 100 രൂപ. പിന്നെ ചെറുത് 4 ഇഞ്ച് കട്ടിങ് വീറ്റ്. ഇത് സെറ്റ് എത്ര വില? ഒരു പീസ് പറയാം 10 രൂപ. 10 രൂപ. പിന്നെ ഈ ഫ്ലാറ്റ് ഡിസ്ക് 23 അല്ലേ? പിന്നെ വന്ന് വെൽഡിംഗ് ടോർച്ച്. ഓക്കെ. ഇത് വന്ന് 950 വരും നിങ്ങൾക്ക്. ഗ്യാസ് വെൽഡിംഗ് ടോർച്ച്. പിന്നെ വന്ന് ഇത് LPG റെഗുലേറ്റർ. ഇത് കുറച്ച് നല്ല സാധനം 250 രൂപ. ഇങ്ങനെ കാണിച്ചു അപ്പം തന്നെ ആൾക്കാർക്ക്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ്റെ സ്റ്റാൻഡ് 1100 രൂപ. നമ്മൾ ഒരു നിമിഷം കയ്യോടെ പറയാം. ഒരു 2900 രൂപ, ഒരു 3800 രൂപ. കാർ വാസർ 3800 രൂപയ്ക്ക് തരാം. ഇത് എക്സലൻ്റ് ബോഷിൻ്റെ മോട്ടർ ടൈപ്പ്. ബോഷിൻ്റെ ആർമിച്ചർ ടൈപ്പാണ് പറയുന്നത്. നമ്മൾ വന്ന് ഇത് കൊടുക്കുന്നത് വന്ന് മോട്ടർ ടൈപ്പാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ഇന്ന് മോട്ടർ. എപ്പോഴാ പോകുന്നത്? പിന്നെ ഇത് ടെക്സ്റ്റർ കണ്ണ് നമ്മൾ ഈ പുട്ടിയൊക്കെ അടിക്കാന്ന് പറഞ്ഞ ഇത് വന്ന് നമുക്ക് വന്ന് 900 രൂപ പറഞ്ഞു. 900 രൂപ നമ്മൾ എടുത്ത് വെച്ചാൽ അതൊന്നും എടുക്കും. ഇത് ഇതിന് തന്നെ വേറെ പീസ്. ഈ ഒരു ഫുൾ കിറ്റിന് 900 രൂപ പറയുന്നത്. 950 അല്ലേ? അത് 950 അല്ല? 900. കഴിഞ്ഞ വീഡിയോയിൽ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നത്. അപ്പം കുറച്ചും കൂടി സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ എല്ലാവരും ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് മെഷീൻ്റെ കണക്ടർ മെഷീൻ. ഓക്കെ, ഇവിടെ വരുന്ന അല്ലേ? ഓക്കെ. ഇത് വന്ന് നമുക്ക് 60 രൂപ പെർ പീസോ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ വെൽഡിംഗ് മെഷീൻ്റെ കണക്ടർ അല്ലേ? അത്യാവശ്യം എത്ര? 60 രൂപ. 60 രൂപ പെർ പീസ്. ഒരു പീസ് 60 രൂപ അല്ലേ? ഇത് പിച്ചളയാണോ? പിച്ചള സ്റ്റാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ ആൾക്കാർ ചോദിക്കണം. നമ്മൾ വർക്ക്ഷോപ്പിക്ക് ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ അത്. ഇതല്ലേ? ഇത് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. ഇതെന്താ വില? നമുക്ക് ഇത് വന്ന് നമുക്ക് 4000 രൂപ വരണ്ട് മോട്ടർ ഇല്ലാണ്ട്. ഇത് വന്ന് നമുക്ക് വന്ന് ഇത് നോർമൽ ടൈപ്പ് ഒന്നുണ്ട്, ഗിയർ ടൈപ്പ് ഒന്നുണ്ട്. ഇത് വന്ന് 1.25 ഇഞ്ച് 1 ഇഞ്ച് 1.25 വരടാ. ഇത് വന്ന് നമുക്ക് വന്ന് ഗിയർ ടൈപ്പ് 12 രൂപ. ഗിയർ ഇല്ലാതെ നോർമൽ ടൈപ്പ് 9500 വരും. ഡ്രില്ലിംഗ് മെഷീൻ മോട്ടർ ഇല്ലാണ്ട് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന സാധനം. സാർ വരെ. പിന്നെ ഇതുകൊണ്ട് ടാപ്പർ ബിറ്റ് നമ്മൾ നോർമലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 200 രൂപ. നമ്മൾ എന്ത് പറയണമെങ്കിൽ സപ്പോസ് നമുക്ക് പരിചയം ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി. ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ഒരു 4 പ്രാവശ്യം ഒരു ഫോൺ ചെയ്യും. നമുക്ക് 4-5 പ്രാവശ്യം കിട്ടുന്നില്ലാന്ന് പറയേണ്ടത്. പക്ഷേ നമുക്ക് അത്ര കാൾ വരുന്നുണ്ട്. കച്ചവടം നോക്കണം, എല്ലാം നോക്കണം. അത് കാരണം എല്ലാം വളരെ നമ്മൾ വേറെ എന്ത് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർക്ക് നമുക്ക്. വേറൊരു കമന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഇട്ടിട്ട് സാധനം മേടിക്കാൻ വേണ്ടി ക്യാഷ് ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, വിളിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ആരും ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലും കമാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ പൈസ ഡബിൾ സാധനം കൊടുക്കാം. എനിക്കൊരു കമന്റ് വന്നു. ഇല്ല അങ്ങനെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ പറഞ്ഞവർ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അടുത്ത് സാധനം മേടിക്കാൻ വന്ന ഇന്നത്തെ കസ്റ്റമറിനാണ് ചെയ്തു കൊടുത്തത്. നമുക്ക് ഒരു 9900 രൂപ നമ്മുടെ അടുത്ത് ഒരു സാധനം മേടിച്ചു. അവർ പൈസ നമുക്ക് ഗൂഗിൾ പേ ചെയ്തു. ആ ഗൂഗിൾ പേ പൈസ നമുക്ക് ഡബിൾ ആയിട്ട് വന്നു. അവർ വന്ന് പൈസ നമുക്ക് ATM ക്യാഷ് എടുത്തു തന്നു. ആ 2 ദിവസം എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ നേരോട്ട് വന്നപ്പോൾ ചെക്ക് ഇട്ടിട്ട് ഞാൻ കൊടുത്തിട്ട് തിരിച്ചു ആ പൈസ
പൈസ തിരിച്ചു കൊടുത്തത്. മൂപ്പറുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ IFSC നമ്പർ ഇട്ട് ചെക്ക് ഇട്ട് കൊടുത്തു. കാരണം ചോദിച്ചാൽ നമുക്ക് നാളെ പ്രൂഫ് വേണമെന്ന് പറഞ്ഞ് ചെക്ക് ഇട്ട് കൊടുത്തു. നമ്മൾക്ക് കാർഡ് വരണമെങ്കിൽ നമ്മൾ അന്നെ തന്നെ നോട്ട് ചെയ്ത് അപ്പം തന്നെ സാധനം മേടിച്ചു കൊടുക്കുന്നത്. കാർഡ് പൈസ ഫോൺ എടുക്കൂല. നിങ്ങൾ പൈസ ഇട്ടതിന് സാധനം നിങ്ങൾ എടുക്കാൻ നാളെ കൊടുക്കാണ്ട് ഉണ്ടാവില്ല. നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ട. നമ്മൾ കാരണം കസ്റ്റമർ തന്നെ നമുക്ക് മുഖ്യം. അത്ര തന്നെ. ചിലപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ പ്രൂഫ് അടക്കം നമ്മൾ ചെയ്ത് കൊടുത്താൽ ആ സാധനം നമ്മൾ കൊടുക്കും. നിങ്ങൾ അതിന് നിങ്ങൾ ഇതുവരെയ്ക്കും നമ്മളുടെ കസ്റ്റമർ നമ്മുടെ യൂട്യൂബ് ഷാളിഷാറിൻ്റെ നമ്മൾ വീഡിയോകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആരെങ്കിലും നിങ്ങൾ കമാൻഡ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഏതുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്മൾ ഇതാക്കി കൊടുക്കാം. വേറെ ആരുണ്ടെങ്കിൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾക്ക് അങ്ങനെ പൈസ വേണ്ടണം. ശരി, അതന്നെ. കോട്ടയത്ത് എനിക്കൊരു ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട്. TV ഫ്രിഡ്ജ് വിൽക്കുന്നത് സർവീസ് സെന്റർ ഉണ്ട്. ഞങ്ങൾ എനിക്ക് ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂരിൽ നിന്ന് പോയ വഴിക്ക് ഇവിടെ കയറി. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? ഗ്രൈൻഡർ 10 കിലോ 12 കിലോ വേണം. ടൈൽ കട്ടർ അല്ലേ? ടൈൽ കട്ടർ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് അന്വേഷിക്കാൻ ടൈൽ കട്ടർ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് 1350 രൂപ. 1350 രൂപ. 2 മോഡലുണ്ട്. ഇത് 1350. 1350. ഓക്കെ. ടൈൽ കട്ടറിന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അതാണ് 1350 രൂപ കേട്ടോ. ഇതൊന്ന് പറഞ്ഞു തരണേ. ഒരു ടെന്നുണ്ട് ലൈറ്റ് ഡ്യൂട്ടി നമുക്ക് 1900 രൂപ കൊടുക്കാം. 2 ടെൻ ലൈറ്റ് ഡ്യൂട്ടി 2300 രൂപ കൊടുക്കാം. 3 ടെൻ ലൈറ്റ് ഡ്യൂട്ടി നമുക്ക് 3800 രൂപ കൊടുക്കാം. 5 ടെൻ ലൈറ്റ് ഡ്യൂട്ടി നമുക്ക് 5600 കൊടുക്കാം. പിന്നെ 1 ടെൻ ഹെവി ഡ്യൂട്ടി 3200 കൊടുക്കാം. 2 ടെൻ ഹെവി ഡ്യൂട്ടി 4000 രൂപ കൊടുക്കാം. 3 ടെൻ ഹെവി ഡ്യൂട്ടി നമ്മൾ 5500 രൂപ കൊടുക്കാം. ചെയിൻ ബ്ലോക്ക്. പിന്നെ ഇതിൽ തന്നെ നമ്മുടെ അടുത്ത് ഇലക്ട്രിക് ഓയിസ്റ്റർ ഉണ്ട്. ഇലക്ട്രിക്കിലെ വെയിറ്റ് തൂക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 1 ടൺ കപ്പാസിറ്റിയാണ്. 500 കിലോ 1000 കിലോ. അതിൻ്റെ ഫോട്ടോവും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. അതിൻ്റെ റേറ്റ് നമുക്ക് 11,000 രൂപ. ഇപ്പം തന്നെ അയച്ചു. ഇതിൻ്റെ ഫോട്ടോ ഇപ്പം തന്നെ കാണിച്ചതാണ്. വെടിയെടുത്ത് കാണിച്ചു കൊടുക്കത്തില്ല. കണ്ടാൽ തന്നെ അതായിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യും. കാണിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത പ്രശ്നമില്ല. ഇതിന് മുകളിലോട്ട് ലാമ്പ് മിനി ഇലക്ട്രിക്കൽ ഓയിസ്റ്റർ നമ്മൾക്ക് ഈ മണ്ണ് കല്ല് എല്ലാം മുകളിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് നമുക്ക് എന്ത് വെയിറ്റ് വേണമെങ്കിൽ തൂക്കാം. 500 മുതൽ 1000 കിലോ വരെ തൂക്കാം. ഇതിൽ ചെറുത് എൻ്റെ കയ്യിലുണ്ട്, വലുത് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ചെറുതിക്ക് സ്റ്റോക്ക് ഇല്ലാതെ കാരണം വലുത് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് 500 1000 കിലോ 11,000 രൂപ പറഞ്ഞിട്ടുണ്ട്. 11,000 വിത്ത് ഇലക്ട്രിക്കൽ. നമ്മൾ ചെയിൻ ബ്ലോക്ക് ആദ്യം കാണിച്ചത് മാനുവൽ. ഇത് ഇലക്ട്രിക് ഓയിസ്റ്റർ നമ്മൾ ബട്ടൺ പ്രസ്സിങ് ടൈപ്പ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. തന്നെ നമ്മൾ ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ വീട്ടിന് ഉപയോഗിക്കുന്ന ഇന്ന് ഒരാളുടെ കൂടി 1000 രൂപയുണ്ട്. ഇത് നമുക്ക് ഒരു 10 ദിവസം ഉപയോഗിച്ചാൽ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ മുതലായിപ്പോയി. മുകളിൽ സെറ്റാക്കി നമ്മൾ ഒരു ക്ലാമ്പ് മാത്രം സെറ്റാക്കി ഫിറ്റാക്കിയാൽ അത് പ്രശ്നം കഴിഞ്ഞു. അപ്പം വണ്ടി മുകളിൽ മെറ്റീരിയൽ കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സിമ്പിളായിട്ട് കയറ്റാം. അത് 3500. TM ടൂളിന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. മോട്ടർ വാങ്ങിച്ചു, ഒരു ഡ്രില്ലിംഗ് മെഷീൻ, അതുപോലെ കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ച് പോവാണ്. അപ്പം TM ടൂൾസിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പോകുമ്പോൾ GST അതുപോലെ സെയിൽ ടാക്സിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ഇല്ല, അവർ GST ബില്ല് നമുക്ക് തരുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ പാക്കപ്പ് ചെയ്യാം, ചെറിയ വീഡിയോ ഇവിടെ പാക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പാക്കപ്പ് ചെയ്യാണ്. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു സൈനിങ് ഓഫ്. ഇത് മതി അല്ലേ? ഫുൾ ഫ്രണ്ട് ഫോർക്കൊക്കെ അല്ലേ? എന്താ റേറ്റ് വരുന്നത്? ഏത് ബൈക്കാ? BMW വരുന്ന സാധനം. ഇത് 6 തന്നെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്പെയറും ഇവിടെ കിട്ടാണ്ട്